ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഫാമിലി ആയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാണ്. ഇതൊരു കുട്ടി മിനി ബ്ലോഗാണ് കേട്ടോ. ഇപ്പം നമ്മൾ മാത്രമല്ല, നമ്മൾ വാനരപ്പടം മുഴുവനും ഉണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് പോണ റൈഡിനെല്ലാം കൂടുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യണത് ഈ കാണുന്ന ഗ്യാങ്ങിൻ്റെ ഒപ്പം പോകുമ്പോഴാണ് കേട്ടോ. ഇന്നങ്ങനെ ഭീകരമായിട്ടുള്ളൊരു മഴയുള്ളൊരു ദിവസമല്ല കേട്ടോ, ചെറിയ ചാറ്റൽ മഴയുണ്ട്. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഇന്ന്. അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തി. ഇത് നമ്മുടെ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലാണ്. കേരളത്തിലെ തന്നെ ആദ്യത്തെ സൂപ്പർ റിയാലിറ്റി എക്സ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും പറയാനില്ല, അടിപൊളി പരിപാടിയാണ്. പിള്ളേർക്കൊക്കെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. 12 അടിയൊന്നും അല്ലാന്ന് തോന്നുന്നു കേട്ടോ. അതിൽ ഹൈറ്റ് ഉണ്ട് ഈ ഡൈനോസേഴ്സിൻ്റെ സ്റ്റാച്യൂസിനല്ല. അതിങ്ങനെ മൂവ് ചെയ്ത് ഒച്ചയൊക്കെ എടുത്ത് തലയെ കാട്ടി കണ്ണൊക്കെ ചിമ്മി ഇങ്ങനെ പിള്ളേർ നോക്കുമ്പോൾ അതുങ്ങളുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കര രസമാണ് കാണാനായിട്ട്. ദീമോള് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൽ എൻജോയ് ചെയ്യുന്ന ആളാണ് എൻ്റെ കൂടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അമ്മ. വലിയ ഡിനോസറും കുഞ്ഞു ഡിനോസറും മുട്ടയിൽ നിന്ന് തന്നെ ഡിനോസറും അങ്ങനെ ഒരു ജുറാസിക് പാർക്കിൽ പോയ ഫീൽ ഉണ്ടായിരുന്നേ. അത് കൂടാണ്ട് ഒട്ടകപക്ഷിയുണ്ട്, പരുന്തുണ്ട്. പരുന്ത് ഭയങ്കര ജൈൻ്റ് ആയിട്ടുള്ള വലിയ പരുന്താണ് കേട്ടോ. അതുകൂടാണ്ട് കുറേ ടൈപ്പ് കിളികൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ അവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഈ റോബോട്ടുകളായിരുന്നു കേട്ടോ. ഇത് ഒരെണ്ണമൊന്നുമല്ല, 2-3 എണ്ണം ഉണ്ട്. ഇതിങ്ങനെ തവളയുടെ പോലെ ചാടും, പട്ടിക്കുട്ടിയുടെ പോലെ ഓടും. ഇപ്പോൾ നമ്മൾ അടുത്തേക്കൊക്കെ ചെല്ലുമ്പോണ്ടല്ലോ, പുള്ളി എണീറ്റ് നിന്ന് കൈ നീട്ടി നമുക്ക് ഷെയ്ക്കാനൊക്കെ തരും. പിള്ളേർക്കൊക്കെ ഭയങ്കര രസമായിരുന്നു. ഇയാൾ നമ്മുടെ പുറകെ ഇങ്ങനെ ഓടി വരും സെൻസ് ചെയ്ത്. എന്നിട്ട് നമ്മൾ തിരിഞ്ഞ് നിൽക്കുമ്പോൾ ആൾ എണീറ്റിക്കും ഷെയ്ക്കാൻ വരും. സംഭവം കൊള്ളാം, നല്ല രസമുണ്ടായിരുന്നു. പിള്ളേരൊക്കെ അതിൻ്റെ പുറകെ തന്നെയായിരുന്നു. ഈ ഓടണ കക്ഷി അല്ലാണ്ട് എണീറ്റ് സ്റ്റഡി വെടിയായിട്ട് നിൽക്കുന്ന വേറൊരു റോബോട്ടും കൂടി ഉണ്ട് കേട്ടോ. ആൾ നമുക്ക് ഷെയ്ക്കാണ്ടൊക്കെ തന്ന് ബായ് ഒക്കെ പറഞ്ഞ് ഹലോ ഒക്കെ പറയുവേ. പുള്ളിയും കൊള്ളാം. ഇനി മൊട്ട പൊളിക്കുന്ന ഡോമില്ലേ, ഇതാണ് നമ്മളെ മെയിനായിട്ട് ഇങ്ങടേക്ക് അട്രാക്ട് ചെയ്ത സാധനം കേട്ടോ. ഇതാണ് നമ്മുടെ സൂപ്പർ റിയാലിറ്റി എക്സ്പീരിയൻസ് തന്നെ 3D അനിമേഷൻ എഫക്റ്റോടുകൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എൻ്റെ പൊന്നോ, ക്ലാസ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇതങ്ങ് ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് എക്സൈറ്റഡ് ആയിട്ട് കൂവി വിളിക്കണത് കേട്ടായിരുന്നേ. ഇതിങ്ങനെ സ്റ്റാറ്റസ് പോലെ സ്റ്റാർട്ട് ചെയ്യെങ്കിലും പിന്നെ ഒരു സ്റ്റോറി ലൈനിൽ കൂടിയാണ് നമ്മളിങ്ങനെ പോണത്. അതങ്ങനെ ട്രാവൽ ചെയ്യണതിൻ്റെ ഒപ്പം നമ്മളിങ്ങനെ ആടും ചെരിയും കുലുങ്ങും, നമ്മുടെ മേത്തേക്ക് വെള്ളത്തുള്ളികൾ വീണ പോലെയൊക്കെ ഫീൽ ചെയ്യും. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പണ്ട് നമ്മൾ കുട്ടിച്ചാത്ത സിനിമ 3D കണ്ണട വെച്ച് കണ്ടില്ലേ, ആ ഒരു കാര്യമൊക്കെ കേട്ടോ എനിക്ക് ഓർമ്മ വന്നത്. സംഭവം കൊള്ളാം, നല്ല രസമുണ്ടായിരുന്നു. ദിയുവിൻ്റെ പോലെ തന്നെ, അല്ലെങ്കിൽ ദിയുവിനേൽ എക്സൈറ്റഡ് ആയിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാട്ടോ ഇത്. നല്ല രസമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ആരായാലും നോക്കിയിരുന്നു പോകും. നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങി നോക്കുമ്പോൾ നമ്മുടെ ചുറ്റും ഇങ്ങനെ കഥ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു ഓഷ്യൻ്റെ ഉള്ളിലായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. രസമുള്ള പരിപാടി. അത് കഴിഞ്ഞിട്ട് പോയത് നമ്മുടെ മെയിൻ സ്ഥലത്തേക്കാണ്, ഫുഡിൻ്റെ സ്ഥലം. ഫുഡ് മാത്രമല്ല കേട്ടോ, അവിടെ ഒരുപാട് ബുക്സ് ഉണ്ട്. അതുപോലെ നമ്മുടെ ഗൃഹോപകരണങ്ങൾ, ഹോം അപ്ലയൻസസ്, ഫേർണിച്ചേഴ്സ്. ഇതാണ് നമ്മുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. പഴയ കാലത്ത് നമ്മൾ കഴിച്ചിരുന്നില്ലേ, തേൻ മിഠായി, മധുര മിഠായി, ഇഞ്ചി മിഠായി, ഇങ്ങനത്തെ കുറേ വെറൈറ്റി, മറ്റേ ചോക്ക് മിഠായി, ഇങ്ങനെ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. വലിച്ചു വാരി എല്ലാം ഒരുപാട് എടുത്തിട്ടുണ്ട്. നമുക്ക് നൊക്ലാജിയ നമ്മുടെ മെയിൻ ആണല്ലോ. പിന്നെ അലുവയുടെ സ്റ്റാൾ ഉണ്ട് കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കലാപരിപാടി തന്നെ സാമ്പിൾ പീസ് ടേസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ലേ. അതങ്ങനെ കുറേ ആയിട്ട് നടപ്പുണ്ടായിരുന്നു. ദീവിന് ഇഷ്ടപ്പെട്ട ഫ്ലേവർ മിൽക്കിൻ്റെ ആട്ടോ. നമ്മൾ അത് വാങ്ങിച്ചു ഒരു 1/2 കിലോളം, 400 രൂപ എന്തോ ആണ് അതിന് കിലോയ്ക്ക് വന്നത് കേട്ടോ. പിന്നെ അച്ചാറുകളുണ്ട് കേട്ടോ. അതെനിക്ക് തീരെ താല്പര്യമില്ലാത്ത മേഖലയായതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങോട്ട് നോക്കിയില്ല. പിന്നെ ലൈവായിട്ടുള്ള ഫുഡ് സ്റ്റാളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. പാവ് ബജി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സാധാരണ ഉത്സവപ്പറമ്പിൽ കാണുന്ന പോലെ കുറേ ടൈപ്പ് ബജികൾ ഉണ്ടായിരുന്നു. പിന്നെ ഇതില്ലേ, ഇതെൻ്റെ മെയിൻ ഐറ്റമാണ്. ഞാൻ എപ്പോഴൊക്കെ കണ്ടാലും മിസ് ചെയ്യാത്ത സാധനമാണ്. ഈ പൊട്ടറ്റോ ഇങ്ങനെ സ്പൈറലായിട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പക്ഷെ അത്ര പോരായിരുന്നു കേട്ടോ. അത്ര ഡീപ്പ് ഫ്രൈ അല്ലാത്തതുകൊണ്ട് അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഒപ്പിക്കാം. സ്നാക്ക് ഐറ്റംസ് മാത്രമല്ല കേട്ടോ, കുറേ ടൈപ്പ് ബിരിയാണികളുണ്ടായിരുന്നു. കൂന്തൽ നിറച്ചതുണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ, അങ്ങനത്തെ കുറേ വെറൈറ്റി ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഗെയിമിൻ്റെ സെക്ഷനിൽ പോയി 50 രൂപ കൊടുത്ത് 6 റിങ് വാങ്ങിച്ചു. എല്ലാവരും റിങ് കിട്ടും, ആർക്കൊന്നും കിട്ടില്ല. സന്തോഷമായിട്ട് പോകും. ജൂൺ 5 മുതൽ ജൂൺ ലാസ്റ്റ് വരെ എക്സ്പോ ഉണ്ട് കേട്ടോ. 2 മണി മുതൽ 10 മണി വരെയാണ് അവിടുത്തെ ടൈം എന്ന് പറയുന്നത്. ഒരാൾക്ക് 100 രൂപ വെച്ചിട്ടാണ് ചാർജ് തന്നെ. നല്ല രീതിയിലുള്ള പാർക്കിംഗ് ഫെസിലിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സൺഡേ ആയിട്ട് ഫാമിലി ആയിട്ട് ചിൽ ഔട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. ട്രൈ ചെയ്ത് നോക്കും. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.